Hello everyone, welcome back to my channel. Welcome to Easy Foods. കുടുക്ക ബിരിയാണി, കുടുക്കാച്ചി ബിരിയാണി എന്നൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. ഇന്ന് ചെയ്യാൻ പോകുന്നതും അതാണ്, കുടുക്ക ദം ബിരിയാണി. കുടുക്ക ബിരിയാണി കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെ കോഴിക്കോടുണ്ട്. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അതിനുശേഷം ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ചില ചില്ലറ മാറ്റങ്ങളോടുകൂടി നമുക്ക് ഈ ബിരിയാണി ഇവിടെ ഉണ്ടാക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ കുടുക്ക ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചോറ് റെഡിയാക്കി വെക്കാം. ഇതിനായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പ്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഒരു സ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കപ്പോളം സ്കൂപ്പ് ചെയ്ത് ഒരു കപ്പോളം ജീരകശാല ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് കഴുകി ഒരു 10 മിനിറ്റ് കുതിർത്തി വെച്ചിരുന്നു. ഒരു കപ്പും ഒരല്പം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. 1.25 കപ്പ് എന്ന് പറയാനും ആവില്ല, അത്രത്തോളം അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കാം. 4 പീസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിനൊക്കെ ആവശ്യമായ ഉപ്പ്, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ നാരങ്ങാനീര്, 2 സ്പൂൺ തൈര്, മല്ലിയില, പുതിനയില അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 1 സ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ നോക്കുക. നന്നായിട്ട് അതിലേക്കൊക്കെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു അരമുറി ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെയാണ് നമ്മൾ ചിക്കൻ പീസ് ഇട്ട് വേവിച്ച് കൊടുക്കുന്നത്. ഒരുപാട് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 സൈഡും ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ എല്ലാത്തിലും വളരെ കുറച്ച് ഓയിലേ ഉപയോഗിക്കുന്നുള്ളൂ. റിഫൈൻഡ് ഓയിലിന് പകരം നിങ്ങൾക്ക് സാധാ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓയിൽ ഫ്രീ ബിരിയാണി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി ഈ പാനിൽ തന്നെ നമുക്ക് ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി, നന്നായിട്ട് വഴന്ന് കിട്ടിക്കോളും. ഇതിലേക്ക് 2 സ്പൂൺ നല്ലോണം സ്കൂപ്പ് ചെയ്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ തക്കാളി മുറിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 സ്പൂൺ നാരങ്ങാനീരും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂണോളം അല്ലെങ്കിൽ 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് കാഷ്യൂ പേസ്റ്റാണ്, അണ്ടിപ്പരിപ്പ് അരച്ചത്, അതൊരു 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ തൈരൊന്നും ചേർക്കാത്തത് കൊണ്ട് ഗ്രേവി കുറവായിരിക്കും. അത് കാരണം ഞാൻ ഒരല്പം വെള്ളം, നമ്മൾ ചോപ്പ് ചെയ്ത ചോപ്പറിൽ തന്നെ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. ഒരു പകുതി വേവ് മാത്രം വേവിച്ചാൽ മതി, ബാക്കി നമുക്ക് ദമ്മിൽ കിടന്ന് വെന്തോളും. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബിരിയാണി സെറ്റ് ചെയ്യാം ദം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് സാധാ മൺകലൊന്നും ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെ വാവട്ടം കുറഞ്ഞ പാനി ടൈപ്പിലുള്ള മടുക്ക യൂസ് ചെയ്യാം, കുടുക്ക യൂസ് ചെയ്യാം. അതിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിലൊരു അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബേസ് ലെയറായിട്ട് ഒരു അല്പം ചോറിട്ട് കൊടുക്കാം. മസാല എങ്ങാനും അടി പിടിച്ച് പോയാലോ എന്ന് കരുതി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് അതിൻ്റെ മസാലയും നിരത്തി കൊടുക്കാം. ഇതിന് വാവട്ടം കുറവായതുകൊണ്ട് തന്നെ അകത്തായിരിക്കും ഇതിന് സ്പേസ് കൂടുതലുണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ചോറും മസാലയൊക്കെ സൈഡിലേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ശരിക്കും ഇതിൽ 1 കപ്പ് ഞാൻ സ്കൂപ്പ് ചെയ്താണ് അരി എടുത്തതെന്ന് പറഞ്ഞില്ല, അത് വേവിച്ച ചോറ് മൊത്തം ഇതിൽ കൊണ്ടു. ആവറേജ് ഫുഡ് കഴിക്കണ, സെക്കൻഡ് ട്രിപ്പൊന്നും ഇടാതെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 4 പേർക്ക് സുഖമായിട്ട് ഈ ഒരു അളവിൽ കഴിക്കാം. ഇനി നമ്മൾ സാധാരണ ബിരിയാണി സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബിരിയാണി സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ മസാലക്ക് മുകളിൽ ചോറ്, അതിന് മുകളിൽ ഞാൻ കുറച്ച് സാഫ്രൺ മിൽക്ക് ഒഴിക്കുന്നുണ്ട്. കുങ്കുമം പൂ കലക്കിയ പാലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പകരം നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി മിക്സ്ചർ ഇട്ട് കൊടുക്കാം. വീണ്ടും ചോറിട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എത്രത്തോളം സെറ്റ് ചെയ്യാൻ പറ്റണോ അത്രത്തോളം സെറ്റ് ചെയ്യാം. അകത്തേക്ക് നന്നായിട്ട് ചോറ് പ്രസ് ചെയ്ത് കൊടുക്കണം. വാവട്ടം കുറഞ്ഞ കലം ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ശരിക്കും ആ ഒരു ദമ്മിൻ്റെ ഫീല് കിട്ടുക ഇങ്ങനത്തെ ഒരു കലത്തിലാണ്. ആവി പുറത്ത് പോകാൻ ഒരു ചാൻസും ഇല്ല. നമ്മളിതിൻ്റെ മുകളിൽ
കവർ ചെയ്യുന്നുണ്ട്. വാവട്ടം കൂടുതലായ സാധാ നമ്മുടെ കലങ്ങളൊക്കെ ആണെങ്കിൽ ഇത്ര തന്നെ ദമ്മായിട്ട് കിട്ടുന്ന ഒരു ഫീല് കിട്ടില്ല. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള പാനി ടൈപ്പ് കുടുക്ക യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ 3 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഓയിലും നെയ്യും മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ഒരു മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. മൈദപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെ നമ്മൾ മാവ് കൊണ്ട് സീൽ ചെയ്താൽ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും സുഖമായിട്ട് ദമ്മായിട്ട് കിട്ടും. ഇനി വളരെ കുഞ്ഞു തീയിൽ ദമ്മാക്കി എടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രില്ലിൽ വെച്ചിട്ട് ചെയ്യാം. ഗ്രില്ലിൽ വെച്ചിട്ടാവുമ്പോൾ എല്ലാ വശത്തും ഒരുപോലെ ചൂട് കിട്ടും. ഞാനിവിടെ ഗ്രിൽ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് സാധാരണ അടുപ്പിൽ വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ചിക്കനും ചോറും ഒക്കെ കറക്റ്റ് പാകമായിട്ട് കിട്ടും. നമ്മൾ ആ കറക്റ്റ് സമയം ക്രമീകരിച്ച് വെച്ചാൽ മതി. അതിൻ്റെ ഫ്ലേവർ മൊത്തം നമുക്ക് ഒട്ടും മണം പോവാതെ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു കുടുക്ക ബിരിയാണി, കുടുക്ക ദം ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. നോട്ടിഫിക്കേഷൻ കൃത്യമായി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.